ഈ വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന തമ്പനയിൽ ക്ലിക്ക് ബൈറ്റ്സ് തമ്പനയിലാണ്. ഒരു കാരണവശാലും സ്വയം വാഹനം ഓടിച്ച് പഠിക്കരുത്. ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കും. 6 റിവേഴ്സ്, 2 എൻ ന്യൂട്രൽ, 3 ഡ്രൈവ് മോഡ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നിട്ട് കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് കാറിൽ ഒരു ചെറിയൊരു ട്രിക്ക് നിങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് പോകത്തില്ല. വേറൊന്നുമല്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് 2020 മോഡൽ സെലേറിയോ ഓട്ടോമാറ്റിക്കിന്റെ ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ്. ഒരുപാട് പേര് എൻ്റെ കമന്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, ഓട്ടോമാറ്റിക് കാർ എങ്ങനെ ഈസി ആയിട്ട് ഓടിക്കാം, അതിനുള്ള ടിപ്സുകളും ട്രിക്സുകളും. ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഞാനത് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളൊരു മാനുവൽ കാർ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏതാനും മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് കാർ ഈസി ആയിട്ട് ഓടിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കാർ ഓടിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കാർ ഏതൊരാൾക്കും ഓടിക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ച ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾക്കൊരു മാനുവൽ കാർ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് ഓട്ടോമാറ്റിക് എന്നുള്ളത്. നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോള്, ബ്രേക്ക്, ആക്സിലറേഷൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു കൺട്രോളിംഗ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ക്ലച്ചിൻ്റെ ഒരു ബാലൻസും കൺട്രോളും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വാഹനം ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഒപ്പം തന്നെ ഒരു വാഹനം കയറ്റത്തൊക്കെ എടുക്കുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്ക് റോളായി പോകുന്ന ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക് കാർ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഗിയർ ലിവർ നോക്കുക. ഈ ഗിയർ ലിവറിലായിട്ട് നിങ്ങൾക്ക് 3 മോഡുകൾ കാണാനായിട്ട് സാധിക്കും. 3 മോഡുകൾ എന്ന് പറയുന്നത് 1 6 റിവേഴ്സ്, 2 എൻ ന്യൂട്രൽ, 3 ഡ്രൈവ് മോഡ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ന്യൂട്രൽ മോഡിലേക്ക് നമ്മൾ ആക്കിയതിന് ശേഷമായിരിക്കും എപ്പോഴും ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ മോഡുകൾ മനസ്സിലാക്കുക. ഇപ്പം വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ ന്യൂട്രൽ പൊസിഷനിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ലിവർ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ചേർത്ത് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് മോഡിലേക്ക് വരും. അപ്പോൾ റിവേഴ്സ് മോഡ് എന്ന് പറയുന്നത് നമ്മൾ വാഹനം ബാക്കിലേക്ക് എടുക്കുന്ന ആ ഒരു മോഡാണ്. ഇനി നമ്മൾ ന്യൂട്രൽ മോഡ് എന്ന് പറയുന്നത് തൊട്ട് താഴോട്ടിട്ടാൽ ന്യൂട്രൽ മോഡിലേക്ക് വരും. ഇനി ഇവിടുന്ന് ഈ ഗിയർ ലിവർ ഒന്നുകൂടെ താഴോട്ടിട്ടാൽ നമ്മൾ ഡ്രൈവ് മോഡിലേക്ക് വരും. ഓക്കെ, ആ ഡ്രൈവ് മോഡിലാണ് നമ്മളൊരു വാഹനം റോഡിൽ ഓടിച്ചു തുടങ്ങുന്നത്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ന്യൂട്രൽ ആക്കുന്നു. ന്യൂട്രൽ ആക്കിയതിന് ശേഷം ഈ ലിവർ നമ്മൾ ഈ ഒരു സൈഡിലേക്ക്, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ മാനുവൽ ഡ്രൈവിലേക്കാണ് വരുന്നത്. ഇപ്പം ഞാൻ ലിവർ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചേർക്കണം. അതായത് ന്യൂട്രൽ വന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ ആയിട്ടുള്ള ഡ്രൈവ് മോഡിലേക്ക് വരും. മാനുവൽ ഡ്രൈവ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുന്നത് പോലെ തന്നെ പ്ലസ് മൈനസ് വെച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പ്ലസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഗിയറും മുന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാം. ഇനി ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ആ ഒരു മോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഞാനിത് ന്യൂട്രൽ മോഡിലേക്ക് ആക്കുന്നു. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ മോഡിലേക്ക് ആക്കുക. എന്നിട്ട് ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുന്നു. വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് വാഹനം നമ്മൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പം വളരെ സിമ്പിളായിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഡ്രൈവ് മോഡിലേക്ക് ഇടുക. ഡ്രൈവ് മോഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നേരെ താഴ്ഭാഗത്തേക്ക് ഗിയർ തട്ടിയിടുന്നു. അപ്പം നമ്മൾ ഡ്രൈവ് മോഡിലേക്ക് പ്രോപ്പറായിട്ട് വന്നു. ഇപ്പം 1D എന്ന് പറഞ്ഞ് മീറ്റർ കൺസോളിൽ അത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുകയാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ റോഡിൻ്റെ ലെഫ്റ്റിലാണ് നിൽക്കുന്നത്. ഇനി നിങ്ങൾ സെൻറ്റർ മിറർ, ലെഫ്റ്റ് റൈറ്റ് മിറർ നോക്കുക. എന്നിട്ട് പതിയെ സ്റ്റിയറിംഗ് ഒരു റൗണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ തിരിച്ച് സെൻറ്റർ മിറർ, ലെഫ്റ്റ് മിറർ നോക്കിയിട്ട് ബ്രേക്ക് എന്ന് പതിയെ കാലെടുത്തൊന്ന് ലൈറ്റ് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാഹനം നീങ്ങും. ഈ സമയത്ത് ഹാൻഡ് ബ്രേക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ റിലീസ് ചെയ്ത് കൊടുത്തിരിക്കണം. ഇപ്പം ഞാൻ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. വീണ്ടും ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുന്നു. ഓക്കെ, ഇപ്പോൾ എതിരെ ഒരു വണ്ടി വന്നപ്പോൾ നമ്മൾ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുന്നു. വീണ്ടും പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? റോഡിലേക്ക് നമ്മുടെ വാഹനം എടുക്കുകയാണ്. അപ്പോൾ ഇത്രയും സുഖകരമായിട്ട് നമുക്ക് വാഹനം നമുക്ക് എടുത്ത് ഓടിക്കാനായിട്ട് കഴിയും. എന്നിട്ട് നിങ്ങൾ ഇനി ഡ്രൈവ്
ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുക, റോഡിൻ്റെ എൻഡ് ചേർന്ന് വണ്ടി ഓടിക്കുക. ഇതിന് മെയിൻ ഫോക്കസ് കൊടുക്കുക. ഒരു കാരണവശാലും റോഡിൻ്റെ നടുക്കോ വലത് സൈഡിലേക്കോ നോക്കാതിരിക്കുക, ലെഫ്റ്റ് ചേർന്ന് ഓടിക്കുക. ലെഫ്റ്റ് ചേർന്ന് ഓടിച്ചു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് പുറകിൽ നിന്ന് ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്, അവർക്ക് കയറി പോകാനായിട്ടുള്ള ഒരു സ്പേസ് ലഭിക്കും. ഒപ്പം തന്നെ എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാലും അവർ കയറി പോകണം. ഇപ്പം നിങ്ങൾ നോക്കുക, വീണ്ടും എൻ്റെ കാലം മെല്ലെ ബ്രേക്കിലേക്ക് വന്നു. അതിനുശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇപ്പം ചെറിയൊരു കയറ്റമാണ്. ഈ കയറ്റത്തൊക്കെ എടുക്കുന്ന സമയത്ത് പലരുടെ ഒരു പ്രശ്നമാണ് വണ്ടി ഹാഫ് ക്ലച്ച് പ്രോബ്ലം. നമുക്കത് ഇവിടെ ഉണ്ടാകില്ല. ഇപ്പം ഞാനിവിടെ കയറ്റത്ത് വണ്ടി നിർത്താണ്. നിങ്ങൾ നോക്കുക, കയറ്റത്ത് വണ്ടി ബ്രേക്കേ വന്ന് ചവിട്ടി നിർത്തി. എന്നിട്ട് കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് കാറിൽ ഒരു ചെറിയൊരു ട്രിക്ക് നിങ്ങൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് പോകത്തില്ല. വേറൊന്നുമല്ല, നമ്മൾ ബ്രേക്കിലേക്ക് ഒരു ലോങ് പ്രസ് കൊടുക്കുക. അതായത് നന്നായിട്ടൊന്ന് ബ്രേക്ക് ചവിട്ടി പിടിക്കുക. എന്നിട്ട് ബ്രേക്ക് ചെയ്യാൻ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ഒരു 2-3 സെക്കൻഡ് നിങ്ങളുടെ വണ്ടി കയറ്റത്ത് ഹോൾഡ് ആയിക്കോളും. അതായത് വണ്ടി ബാക്കിലേക്ക് പോകാതെ ഹോൾഡ് ചെയ്ത് നിൽക്കും. ഇതേ ബ്രേക്കിലേക്ക് ഞാൻ ചവിട്ടി പിടിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വണ്ടി നമ്മൾ പെട്ടെന്ന് എടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ടോ. ക്വിക്കായിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കയറ്റത്ത് എടുക്കാനായിട്ട് കഴിയും. അതായത് ഒരു ലോങ് പ്രസ് കൊടുത്താൽ മതി. ഇനി അതിനുശേഷം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ പോയിന്റിൽ കൈ പിടിക്കുക, ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഡ്രൈവ് ചെയ്യുക. ഇനി ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ വാഹനം സെക്കൻഡ് ഗിയറിലേക്ക് മാറും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റായി. ആക്സിലറേഷൻ ഞാൻ ചവിട്ടി പിടിച്ചേക്കാണ്. ഇപ്പം വീണ്ടും വണ്ടി സ്പീഡ് കൂടി തേർഡ് ഗിയറിലേക്ക് ഇപ്പോൾ ഷിഫ്റ്റായി. വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു, സ്പീഡ് കൂടി ഇപ്പോൾ ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റായി. ഇനി നമ്മൾ ഒരു കയറ്റമൊക്കെ കയറുമ്പോൾ ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ഡൗൺ ആയിക്കോളും. ഇതുകൊണ്ട് ഇപ്പോൾ തേർഡിലേക്ക് ഡൗൺ ആയി. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡിലേക്ക് ഡൗൺ ആയി. വീണ്ടും ഇതേ തേർഡ് ഗിയറിലേക്ക് വന്നു. വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ വാഹനം ഇതുകൊണ്ട് ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ആയിക്കോളും. ഇപ്പം ഫോർത്ത് ഗിയറിലേക്ക് വരുന്നു. ഇനി വീണ്ടും മെല്ലെ ബ്രേക്കിലേക്ക് കാലൊന്ന് വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തൊട്ട് ബ്രേക്ക് ചെയ്താൽ മതി, നമ്മുടെ വാഹനം സ്ലോ ആയി കിട്ടിക്കോളും. ഇനി നമ്മളൊരു വളവൊക്കെ വരുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യേണ്ട, അഡ്വാൻസ് ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ച് ഒന്ന് പതിയെ സ്ലോ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ വാഹനം സ്ലോ ആകും. ഒപ്പം തന്നെ സ്റ്റിയറിങ്ങും പതിയെ ബാലൻസ് ചെയ്ത് ലെഫ്റ്റിലേക്ക് വരിക. വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ പതുക്കെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ഡ്രൈവ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കിൽ ലഭിക്കുന്നതാണ്. ഇനി ഓട്ടോമാറ്റിക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിനായിട്ട് കിട്ടേണ്ട ഒന്നാണ് സ്റ്റിയറിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി ആകാനായിട്ട് നിങ്ങൾ ഒരു കാര്യം ഒന്ന് ചെറിയ രീതിയിൽ ഒരു പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി ആക്കാനായിട്ട് കഴിയും. വേറെ ഒന്നും ചെയ്യേണ്ട, സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ചൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. അതിന് ഞാൻ ഈ സിംഗിൾ ഹാൻഡ് പറയുന്നത് ഒറ്റക്കൈ കൊണ്ട് നിങ്ങൾ വണ്ടി ഓടിച്ച് അപകടം വരുത്തി വെക്കാനല്ല പറയുന്നത്. നമ്മൾ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും. അതായത് സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കൈ പിടിക്കുക. കൈ പിടിച്ചിട്ട് നമ്മൾ പരമാവധി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ എൻഡ് ചേർന്ന് ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടത് ചേർന്ന് ഓടിക്കണമെന്നുള്ള ഒരു ചിന്ത കൂടുതൽ വരികയും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമ്മളിതുകൊണ്ട് ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്യും. സിംഗിൾ ഹാൻഡ് ഉപയോഗിക്കാൻ പറയുന്നത് നിങ്ങളുടെ വലത്തെ കൈ നല്ല രീതിയിലൊരു പ്രാക്ടീസ് കിട്ടാനാണ്. കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ വലത്തെ കൈ തന്നെയാണ്. കാരണം ഇടത്തെ കൈ ഒരു സപ്പോർട്ടിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം വലത് കൈ പ്രോപ്പറായിട്ട് സ്റ്റിയറിങ്ങിൽ ബാലൻസ് ആക്കാനായിട്ട് ഒരു ശ്രമം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യുക. ഇനി നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, നമ്മൾ വാഹനം ഒരിടത്ത് കൊണ്ട് പാർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വണ്ടി ഒതുക്കുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ലെഫ്റ്റിലേക്ക് വണ്ടി ഒതുക്കുകയാണ്. ലെഫ്റ്റിലേക്ക് ഒതുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പൂർണ്ണമായിട്ട് നമ്മളിതുകൊണ്ട് ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ വാഹനത്തിൻ്റെ എൻഡ് ഭാഗം വരിക ഇതുപോലെ. അതിനുശേഷം നമ്മളൊന്ന് ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്ത് നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് ഒറ്റ റൗണ്ട് റൈറ്റ് സൈഡിലേക്ക് പിടിക്കാം. നമുക്ക് വണ്ടി നേരെ ഒതുക്കി നിർത്താനായിട്ട്. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വാഹനം ഇതുപോലെ നമ്മൾ മുന്നോട്ട് എടുക്കുന്നതിനനുസരിച്ച് റൈറ്റ് സൈഡിലേക്ക് പിടിച്ച സ്റ്റിയറിങ്ങിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിലേക്ക് ഇത്തരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനം സൈഡിലേക്ക് കണ്ടോ ഇതുപോലെ സ്മൂത്തായിട്ട് ഒതുക്കി നിർത്താനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത്, ഈ വാഹനം എനിക്ക് തന്നേക്കുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് സ്മിത എന്ന് പറയുന്ന ചേച്ചിയാണ്. അപ്പം ചേച്ചിയെ കൊണ്ട് ഞാൻ ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ പൊസിഷനാണ് നിൽക്കുന്നത്. ഇനി വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, കൃത്യമായിട്ട് ഡ്രൈവ് മോഡിലേക്ക് കൊടുക്കുകയാണ്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു. ഇനി പതിയെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് നമ്മൾ വാഹനം റോഡിലേക്ക് എടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് കാർ ഓടിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത്യാവശ്യം മാനുവൽ കാർ ഡ്രൈവ് ചെയ്യുന്ന ഏതൊരാളെ സംബന്ധിച്ചും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി നമ്മൾ വാഹനം എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. ഇപ്പം വണ്ടി ജസ്റ്റ് ഒന്ന് മൂവ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് വാഹനം ഡ്രൈവ് ആയിട്ടുണ്ട്. അതായത് 2D എന്ന് നമുക്ക് മീറ്റർ കൺസോളിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ വാഹനം ഡ്രൈവ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡിലേക്ക് ഗിയർ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം മൂന്നാമത്തെ ഗിയറിലേക്ക് വരുന്നു. ഇനി നമ്മൾ എപ്പോഴൊക്കെ വാഹനത്തിൻ്റെ വേഗത ഒന്ന് ബ്രേക്ക് കാല് വെച്ച് സ്ലോ ചെയ്യുന്നു, ആ സാഹചര്യങ്ങളിലെല്ലാം ഗിയർ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ ആകും. അപ്പം നമുക്ക് ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഇല്ല. ഇപ്പം നിലവിലെ തേർഡ് ഗിയറിൽ ഏകദേശം ഒരു 30 കിലോമീറ്ററൊക്കെ വേഗത ബാലൻസ് ചെയ്ത് വരുന്നു. വണ്ടി ജസ്റ്റ് ഒന്ന് സ്ലോ ആയപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് വാഹനത്തിൻ്റെ ഗിയർ ഡൗൺ ആയിട്ടുണ്ട്. അത്യാവശ്യം ഞങ്ങൾ ഒരു ചെറിയൊരു സ്പേസിലൂടെയാണ് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രൈവ് നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് കാർ ഓടിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് പരമാവധി നമ്മൾ നോക്കി ഓടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് ചേർന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും പേടിക്കേണ്ട. എതിരെ വരുന്ന വാഹനങ്ങളെയും പുറകിൽ വരുന്ന വണ്ടികളെയും നമുക്ക് പേടിക്കാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഗിയർ ഡൗൺ ആയി. കാരണം ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു വളവും ചെറിയൊരു കയറ്റമുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഡൗൺ ആയി. വീണ്ടും ഇപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്തു. വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇതുണ്ടോ വാഹനത്തിൻ്റെ ഗിയർ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ ആയി. വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി നമുക്ക് മൂവ് ആക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി വാഹനം നിങ്ങൾ സൈഡ് ഒതുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ട്രിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതായത് ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി ഒതുക്കാനായിട്ട് പോവാണ്. അപ്പം ലെഫ്റ്റ് പൂർണ്ണമായിട്ട് നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ച് വരുന്നു. അതിനുശേഷം വീണ്ടും റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ജസ്റ്റ് സ്റ്റിയറിംഗ് ഇതുപോലെ ഒന്ന് നേരെയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വാഹനം ഒരു സൈഡിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് കഴിയും. അപ്പം നിങ്ങൾ വാഹനം ഒതുക്കുന്ന സമയത്ത് ഈ ഒരു ട്രിക്ക് ഡ്രൈവിങ്ങിലൊന്ന് പ്രയോഗിച്ച് നോക്കുക. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.